Stay tuned to Kids Corner and set free from all tensions and worries. നീ എന്നാ സ്പൈഡർമാൻ്റെ ആക്ഷനെ കാണിച്ചെന്നെ? അതൊക്കെ ഒരു സ്റ്റൈലല്ലേ. പിന്നെ എന്ത് സ്റ്റൈല്? എനിക്ക് സ്പൈഡർമാനെ ഭയങ്കര ഇഷ്ടമാണ്. എന്തൊരു രസമല്ലേ മറ്റൊരു ബിൽഡിങ്ങിലേക്ക് മറ്റൊരു ബിൽഡിംഗ് വലിയിട്ട് പോകണമാണ്. അതൊക്കെ വെറും കാർട്ടൂണല്ലേടാ. നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് സ്പൈഡർമാനെ ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ അമ്മാമ്മ പറഞ്ഞിട്ടുണ്ട്, ദൈവം നമ്മളെ യുണീക്കായിട്ടാണ് സൃഷ്ടിച്ചേക്കണേന്ന്. മറ്റുള്ളവരുടെ ആക്ഷൻസ് നമ്മൾ കാണിക്കരുത്. യുണീക്കാ? അതെന്ത് സാധനം? പ്രൈസ് ഗോഡ്. എല്ലാ കൂട്ടുകാർക്കും കിഡ്സ് കോർണറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അപ്പുക്കുട്ടൻ സ്പൈഡർമാനെ പോലെ നടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? അപ്പുക്കുട്ടനെ നമുക്ക് അവൻ്റെ യുണീക്ക്നെസ് തിരിച്ചറിയാൻ സഹായിക്കണ്ടേ? അതിനു മുൻപ് നമുക്ക് വചനവും സുഹൃത ജപവും ഏറ്റുപറയാം. ഏശയ്യ 49 അധ്യായം 16 വാക്യം. ഇതാ നിന്നെ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി സുഹൃത ജപം. ഈശോയെ അങ്ങയുടെ കരം പിടിച്ച് നടക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഇനി നമുക്ക് അങ്കിളിന്റെ അടുത്തേക്ക് പോവാം. അങ്കിൾ, ദൈവം എന്നെ യൂണീക്കായിട്ടാണ് സൃഷ്ടിച്ചതെന്ന് വികാരിയച്ഛൻ പറഞ്ഞു. എന്താണ് ഈ യൂണീക്നെസ്? നമ്മളെല്ലാവരുടെയും സ്വഭാവത്തിലും കാഴ്ചയിലും ഒക്കെ നമുക്ക് ഒരു വ്യത്യാസം നമുക്ക് തോന്നത്തില്ലേ? നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളവരാണെങ്കിലും സ്കൂളിലുള്ളവരാണെങ്കിലും എല്ലാവരിലും ഒരു വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം സ്വഭാവത്തിലുണ്ടാവാം, നമ്മുടെ ക്വാളിറ്റീസിലുണ്ടാവാം, നമ്മുടെ പ്രവൃത്തിയിലുണ്ടാവാം, നമ്മൾ ചിന്തിക്കുന്നതിലുണ്ടാവാം, നമ്മളെ കാണുന്നതിലുണ്ടാവാം. അങ്ങനെ എല്ലാത്തിലും ഒരു വ്യത്യസ്തത എല്ലാ മനുഷ്യരിലും ദൈവം നൽകിയിട്ടുണ്ട്. അത് ആണ് നമ്മൾ യുണീക്നെസ് എന്ന് പറയുന്നത്. ഈ യുണീക്നെസ് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും വേറൊരാളെ പോലെ ആകാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. ആ ഒരു സ്വഭാവ സവിശേഷതകളും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ഇഷ്ടങ്ങളും ഇതിലെല്ലാം ഉള്ള ഈ വ്യത്യാസത്തിനെയാണ് നമ്മൾ യുണീക്നെസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്നെപ്പോലെ 7 പേരുണ്ടെന്ന് കേൾക്കുന്നു. അതെങ്ങനെ ശരിയാകും അങ്കിൾ? നമ്മളെ വീട്ടിൽ തന്നെ ചിലപ്പോൾ ട്വിൻസ് ആയിട്ടുള്ളവരുണ്ടാകാം, കണ്ടാൽ ഒരേപോലെ ഇരിക്കുന്നവർ. അതുപോലും അവരിൽ പോലും വ്യത്യാസങ്ങളുണ്ട്. നമ്മളുടെ ഫിംഗേഴ്സിൽ ഫിംഗർ പ്രിൻ്റ് ഇല്ലേ? ഫിംഗർ പ്രിൻ്റ് പോലും ഒരാളുടെ ഇതുപോലെ വേറൊരാൾക്കും ഒരിക്കലും ഉണ്ടാകത്തില്ല. എന്നാൽ ഒരേപോലെ നമ്മൾ കാഴ്ചയിൽ ഒരേപോലെ തോന്നുന്ന 7 പേര്, ചിലപ്പോൾ ലോകത്ത് 7 പേരോ 8 പേരോ 9 പേരോ ലോകത്തിൻ്റെ പല ഭാഗത്ത് നമുക്ക് കണ്ടെത്താം. മോളെപ്പോലെ തന്നെ ഇരിക്കുന്ന ഒരാളെ ചിലപ്പോൾ വേറെ സ്ഥലത്ത് നിന്ന് കണ്ടെന്ന് വരാം. പക്ഷെ മോളെപ്പോലെ തന്നെ പൂർണ്ണമായിട്ടും ആകണമെന്നില്ല. പറഞ്ഞ പോലെ ഫിംഗർ പ്രിൻറ്റിൽ വ്യത്യാസം ഉണ്ടാകാം. നമ്മളുടെ ശരീരത്തിൽ നമ്മുടേത് മാത്രമായിട്ടൊരു സ്മെല്ലുണ്ട്. നമ്മളുടെ സ്മെല്ലിൽ പോലും വ്യത്യാസമുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ ഈ പോലീസ് നായ കള്ളന്മാരെ മണത്ത് പിടിക്കുന്നത് പറഞ്ഞ് ഒരാളുടെ സ്മെല്ലല്ല വേറൊരാൾക്കുള്ള അത്രയും ചെറിയ ഒരു സ്മെല്ലിൽ പോലും വേറൊരാൾക്ക് വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസങ്ങളും സ്വഭാവത്തിൽ, മോളുടെ സ്വഭാവം ഒരേപോലെ ഇരിക്കുന്ന 2 ട്വിൻസിൻ്റെ 2 പേരുടെയും സ്വഭാവത്തിൽ പോലും വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആ യുണീക്നെസ്സിൻ്റെ രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരേപോലെ 7 പേരെ നമുക്ക് കാണത്തില്ല. ഈ വ്യത്യാസങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കാത്തടത്തോളം നമ്മൾ പുറമേ കാണുന്ന, കാഴ്ചയിൽ കാണുന്ന, മുടിയിൽ ഒരേപോലെ ഇരിക്കുന്ന, കണ്ണിൽ ഒരേപോലെ ഇരിക്കുന്ന, മൂക്കിൽ ഒരേപോലെ ഇരിക്കുന്ന ആളുകളെ കണ്ടാൽ പോലും അവരുടെ സ്വഭാവങ്ങളിലും അവരുടെ ഫിംഗർ പ്രിൻറ്റിലും അവരുടെ പ്രവൃത്തികളിലും ഒക്കെ വലിയ വ്യത്യാസങ്ങൾ കാണും. ഈ മണത്തിൻ്റെ കാര്യം തന്നെ പറഞ്ഞ് നമ്മളൊന്ന് ഓർത്ത് നോക്കി. ഒരു കള്ളൻ്റെ സ്മെല്ല് മണത്ത് പിടിക്കാൻ പോകുന്ന നായയ്ക്ക് അതേപോലെ സ്മെല്ലുള്ള വേറൊരാളെ കിട്ടി ചിലപ്പോൾ പിടിച്ചു പോയി കഴിഞ്ഞാൽ അതൊരിക്കലും ഉണ്ടാകത്തില്ല. ഈ വ്യത്യാസങ്ങൾ ഈ ഒരേപോലെ തോന്നിക്കുന്ന 7 പേരിലോ 8 പേരിലോ ഈ വ്യത്യാസങ്ങൾ അവിടെയും കാണും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരേപോലെ ഇരിക്കുന്ന 7 പേർക്കും ഇങ്ങനത്തെ ധാരാളം വ്യത്യാസങ്ങൾ അവരുടെ സ്വഭാവത്തിലും അവരുടെ ശരീരത്തിലും പ്രവൃത്തികളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് അതിനകത്ത് 7 പേരിരിക്കുന്നു തോന്നുന്നുവെങ്കിലും അവരിലെയും യുണീക്നെസ്സിൻ്റെ പ്രത്യേകതകൾ നമ്മൾ കാണുന്നത്. എൻ്റെ യുണീക്നെസ് ഞാൻ എങ്ങനെ തിരിച്ചറിയും? നമ്മൾ ചെറുപ്പം മുതലേ നമ്മളിലുള്ള ചില കഴിവുകൾ നമ്മൾ തിരിച്ചറിയാറ്. നമുക്കറിയാം, നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മോനെ ചിലപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ ഭയങ്കര ഒരു താല്പര്യം കാണും. കളിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വരാറുണ്ടായിരിക്കും. ചിലപ്പോൾ വീട്ടിലുള്ള മോൻ്റെ ചേട്ടൻ്റെ അനിയത്തിയേക്കാളും കൂടുതലായിട്ട് ചിലപ്പോൾ അമ്മയെ സഹായിക്കാനായിട്ട് മോനൊരു താല്പര്യം ഉണ്ടാകും. മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു താല്പര്യങ്ങൾ കൂടുതൽ കാണും.
ചിലപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ, ചിലപ്പോൾ എൻ്റെ വീട്ടിലുള്ള ആൾക്ക് തന്നെ ഇപ്പോൾ ചേട്ടനോ അനിയനോ പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലെങ്കിലും എനിക്ക് തന്നെ, ഞാൻ ആരും പറയാതെ തന്നെ ഒരു താല്പര്യം കൂടുതൽ വരാനായിട്ടുള്ളൊരു സ്വഭാവം എൻ്റെ കാണും. ഇത് നമ്മൾ കുറേശ്ശെ തിരിച്ചറിയും. ബാക്കിയുള്ളവർ ചിലപ്പോൾ നമ്മളെ സഹായിക്കാം. അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ പപ്പായോ ഒക്കെ നമ്മളോട് പറഞ്ഞു തരും, മോനെ നിനക്ക് ഇങ്ങനൊരു കഴിവുണ്ടല്ലോ എന്ന് ചിലപ്പോൾ പറഞ്ഞു തരാം. ചിലപ്പോൾ നമ്മുടെ സ്കൂളിലെ ടീച്ചർ പറഞ്ഞു തരും, മോനെ നിനക്ക് ആ ഒരു കാര്യത്തിൽ പഠിക്കാനായിട്ട് ഇത്തിരി കൂടുതൽ കഴിവുണ്ടല്ലോ. അല്ലെങ്കിൽ പാട്ട് പാടാൻ, ചില ആളുകൾക്ക് പാട്ട് പാടാനായിട്ടൊരു കഴിവ് കൂടുതലാണ്. ചിലർക്ക് നല്ലപോലെ വായിക്കാനായിട്ടായിരിക്കും, ചിലർക്ക് പ്രസംഗിക്കാനായിരിക്കും, ചിലർക്ക് ചിലപ്പോൾ നല്ലപോലെ ഒന്ന് ചിരിക്കാനായിട്ടായിരിക്കും മറ്റുള്ളവർക്ക്. അങ്ങനെ ഓരോരുത്തർക്കും ഉള്ള വ്യത്യസ്തമായ കഴിവുകൾ ചെറുപ്പം മുതലേ ചെറുതായിട്ടൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പ്രത്യേകിച്ചും നമ്മുടെ പേരൻസിലൂടെ, ടീച്ചേഴ്സിലൂടെ, മുതിർന്ന ഫ്രണ്ട്സിലൂടെയൊക്കെ ചിലപ്പോൾ അവർ പറഞ്ഞു തരും. ഇപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ നോക്കുമായിരുന്നു. ഒരു തവണ ഞാനിങ്ങനെ റോഡിലൂടെ നടന്നപ്പം ഈ ആകാശപ്പറവുകളിലെ ഒരു കുറ്റിക്കലച്ചനുണ്ട്. അച്ഛനെ ഞാൻ ആദ്യമായിട്ട് കാണുക. അച്ഛൻ്റെ അടുത്തേക്ക് ഇങ്ങനെ, അച്ഛനെ ഒന്ന് പരിചയപ്പെടാമല്ലോ, ഒന്ന് വിഷയാലോ എന്ന് പറഞ്ഞാൽ നടന്ന് അച്ഛൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വന്നപ്പോൾ അച്ഛൻ എന്നെ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ, മോനെ നിനക്ക് നല്ല ചിരിയാണല്ലോ, ഈ ചിരി നീ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. അത് ഇതിനു മുമ്പും ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്, നവീൻ്റെ ചിരിയിൽ പ്രത്യേകതകളുണ്ടെന്നുള്ളത്. ഈ ചിരി എൻ്റെ ഒരു പ്രത്യേകത. ഇങ്ങനെ മറ്റ് വ്യക്തികളിലൂടെ നമ്മളുടെ ചില യുണീക്നെസ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഓരോരുത്തർക്കും ഉള്ള അങ്ങനെ വ്യത്യസ്തമായ കഴിവുകൾ ചെറുപ്പം മുതലേ സാഹചര്യങ്ങളിലൂടെ ദൈവം നൽകിയിട്ടുള്ള വ്യത്യസ്തമായ കഴിവുകളെ നമ്മുടെ ഓരോ സാഹചര്യങ്ങളിലൂടെ, പേരൻസിലൂടെ, ടീച്ചേഴ്സിലൂടെ, ഫ്രണ്ട്സിലൂടെ ഒക്കെ നമുക്ക് അത് തിരിച്ചറിയാൻ സഹായത്തിലൂടെ നമുക്ക് സാധിക്കും. ആ തിരിച്ചറിഞ്ഞ കഴിവുകളെ നമുക്ക് കുറേശ്ശെ പ്രോത്സാഹിപ്പിക്കാനും വളർത്താനും ഉള്ളൊരു ഉത്തരവാദിത്വമുണ്ട്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിനെ വളർത്താനായിട്ടും തിരിച്ചറിയാനായിട്ടും അങ്ങനെ ദൈവം നമ്മളെ സഹായിക്കും. ദൈവത്തിന്റെ ഇമേജിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരിൽ ദൈവത്തിന്റെ ക്വാളിറ്റീസ് കാണുന്നില്ല. അതെന്തുകൊണ്ടാണ്? നമ്മളിൽ എല്ലാവരിലും ദൈവത്തിൻ്റെ സാദൃശ്യമുണ്ട്. ദൈവത്തിൻ്റെ പലവിധ സ്വഭാവങ്ങളും പലവിധ കഴിവുകളും എല്ലാം ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയിട്ടുണ്ട്. എന്നാൽ എല്ലാ മനുഷ്യരും ഇതിനെ നമുക്ക് നൽകിയിട്ടുള്ള ഈ ദാനങ്ങളെയും കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കാനോ വളർത്താനോ, ചിലരെങ്കിലും തിരിച്ചറിഞ്ഞാലും അത് നഷ്ടപ്പെടുത്തി കളയാനോ ഒക്കെ ഇടയാവുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം ശരിക്കും അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാലേ ഉള്ളൂ ദൈവത്തിൻ്റെ ആ ക്വാളിറ്റി, ദൈവം നൽകിയിട്ടുള്ള ആ കഴിവുകളെ ആഴത്തിൽ തിരിച്ചറിയാനും വളർത്താനും സാധിക്കത്തുള്ളൂ. അതിന് നമ്മൾ ദൈവത്തോട് ചേർന്നൊരു ജീവിതമായിരിക്കണം. ദൈവം നമ്മളെ നയിക്കുന്ന വഴികളിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ആ ക്വാളിറ്റീസ് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ വളർത്തിയെടുത്തില്ല, ദൈവത്തോട് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥനയിൽ ഐക്യപ്പെട്ടൊക്കെയുള്ളൊരു ജീവിതം നമുക്കില്ലെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ക്വാളിറ്റീസ് പതുക്കെ മങ്ങിപ്പോവും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും സ്വഭാവത്തിലും അത് റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടില്ല, പുറത്ത് കാണപ്പെടത്തില്ല, ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാവത്തില്ല. ഉണ്ടായിരുന്നു, ഒരു ക്വാളിറ്റി ആയിരുന്നു, അല്ലെങ്കിൽ എന്ന് പോലും നമുക്ക് തോന്നാത്ത രീതിയിൽ നമ്മുടെ സ്വഭാവം മാറിപ്പോവും. അപ്പം പല ആളുകളിൽ നമ്മൾ വിശുദ്ധരുടെയൊക്കെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി സ്നേഹിക്കാനും കെയർ ചെയ്യാനും കഴിവുള്ള ഒരാളായിരുന്നു മദർ തെരേസ. ബാക്കിയുള്ളവരെ ആ മനുഷ്യരോടുള്ള ആ ഒരു സ്നേഹം, കരുണ, ഇതൊക്കെ ദൈവത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി കിട്ടിയ മദർ തെരേസ അത് ദൈവത്തോട് ഐക്യപ്പെട്ട് പ്രാർത്ഥനയിൽ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് ഇറങ്ങി തിരിച്ചപ്പോഴാണ് മദർ തെരേസയിലെ ആ ക്വാളിറ്റി എല്ലാ മനുഷ്യരും കണ്ടത്. അത് കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല. ചില ആളുകൾ എനിക്ക് കഴിവില്ല, അല്ലെങ്കിൽ എനിക്ക് നിറമില്ല, എനിക്ക് പൊക്കമില്ല എന്നൊക്കെ വിചാരിച്ച ചിലപ്പോൾ ആളുകൾ ദൈവം നൽകിയ കഴിവുകളെ നോക്കാതെ എനിക്ക് ഇല്ലായ്മയിലേക്ക് നോക്കിയ ആളുകൾ ചിലപ്പോൾ വിഷമിച്ച് നമ്മൾക്ക് മാറിപ്പോകും. ചിലപ്പോഴെങ്കിലും നമുക്ക് ചിന്തിക്കും, സച്ചിൻ തെണ്ടുൽക്കർ എക്സാമ്പിൾ, ആൾക്ക് തീരെ പൊക്കമില്ലാത്ത ഒരാളായിരുന്നു. പൊക്കമില്ല എന്ന് വിചാരിച്ച ആൾ ക്രിക്കറ്റ് കളിക്കാതെ, ബാക്കിയുള്ള എല്ലാ ക്രിക്കറ്റ് കളിക്കാരെ പോലെ എനിക്ക് പൊക്കമില്ല എന്ന് വിചാരിച്ച് കളിക്കാതെ ബാറ്റ് ചെയ്യാതെയൊക്കെ പോയായിരുന്നെങ്കിൽ നമുക്ക് സച്ചിൻ തെണ്ടുൽക്കറെ പോലെ നല്ലൊരു കളിക്കാരനെ ഇപ്പോൾ കിട്ടത്തില്ല. പക്ഷെ അതേസമയം അദ്ദേഹം അതിനകത്തെ പുള്ളിക്കുള്ള കഴിവിനെ പുള്ളി നോക്കി അതിനെ പ്രോത്സാഹിപ്പിച്ച് വളർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കാണുന്ന ഒരു ഏറ്റവും നല്ലൊരു ബാറ്റ്സ്മാനായിട്ട്, ലോകം കണ്ട ഏറ്റവും നല്ലൊരു ബാറ്റ്സ്മാനായിട്ട് സച്ചിൻ തെണ്ടുൽക്കർ മാറി. നമുക്കുള്ള കുറവുകളെ അല്ല, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകളെ മനസ്സിലാക്കി ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ കഴിവുകളെ വളർത്തി കഴിഞ്ഞാൽ നമുക്കുള്ള യുണീക്കായിട്ടുള്ള ആ കഴിവിനെ നമുക്ക് വളർത്തിയെടുക്കാനും അത് ആ ഒരു ക്വാളിറ്റി നിലനിർത്താനും മറ്റുള്ളവർക്കും ലോകത്തിനും നമ്മുടെ കുടുംബത്തിനും സ്കൂളിനും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ അതിനെ വളർത്തിയെടുക്കാനും മാറ്റിയെടുക്കാനും നമുക്ക് സാധിക്കും. അങ്കിളിനോട് സംസാരിച്ചപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത് അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് അല്ലേ? ഇനിയെങ്കിലും നമുക്ക് നമ്മളുടെ കഴിവുകൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. നമുക്ക് ഇന്ന കഴിവില്ല, ആ കഴിവില്ല, ഈ കഴിവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ദൈവത്തോട് പരാതി പറയാൻ പാടില്ല. ഇനി നമുക്കൊരു ആക്ഷൻ സോങ് കാണാം. അതിനു മുൻപ് നമുക്ക് നമ്മുടെ വചനവും സുഹൃത ജപവും ഏറ്റുപറയാം. ഏശയ്യ 49-ാം അധ്യായം 16-ാം വാക്യം. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി സുഹൃത ജപം. ഈശോയെ
ഈശോയെ അങ്ങയുടെ കരം പിടിച്ച് നടക്കുവാനുള്ള കൃപ അങ്ങയുടെ കരം പിടിച്ച് നടക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് നൽകണമേ. Love is something that you give it away, give it away, give it away. Hey, love is something that you give it away, and it comes right back to you. Love is something that you give it away, give it away, give it away. Hey, love is something that you give it away, and it comes right back to you. It's just like a magic penny. Hold it tight and you won't get any. Lend it, spend it, give it away, and it comes right back to you. Peace is something that you give it away, give it away, give it away. Hey, peace is something that you give it away, and it comes right back to you. Peace is something that you give it away, give it away, give it away. Hey, peace is something that you give it away, and it comes right back to you. It's just like a magic penny. Hold it tight and you won't get any. Lend it, spend it, give it away, and it comes right back to you. Joy is something that you give it away, give it away, give it away. Hey, joy is something that you give it away, and it comes right back to you. Joy is something that you give it away, give it away, give it away. Hey, joy is something that you give it away, and it comes right back to you. It's just like a magic penny. Hold it tight and you won't get any. Lend it, spend it, give it away, and it comes right back to you. ഇനി നമുക്ക് അമ്മാമ്മയുടെ കഥ കേൾക്കാൻ പോവാം. ഇന്ന് നമുക്ക് അമ്മാമ്മ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പറ്റിയാണ് പറഞ്ഞു തരുന്നത്. സഭയിലെ തന്നെ രണ്ടാം ക്രിസ്തു എന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി അറിയപ്പെടുന്നത്. അതിനു മുൻപ് നമുക്ക് വചനവും സുഹൃത ജപവും ഏറ്റുപറയാം. ഏശയ്യ 49 അധ്യായം 16 വാക്യം. ഇതാ ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സുഹൃത ജപം. ഈശോയെ അങ്ങയുടെ കരം പിടിച്ച് നടക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഇന്നൊരു വാനമ്പാടിയെ കുറിച്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. വാനമ്പാടി ആരാണെന്ന് അറിയണ്ടേ? ഫ്രാൻസിസ് അസീസി. അസീസിയിലെ ഫ്രാൻസിസ് വിശുദ്ധൻ. വിശുദ്ധനെ പറ്റി പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അതായത് രണ്ടാമത്തെ ക്രിസ്തു ആ പേരിൽ അറിയുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രാൻസിസ്കൻ സഭ സ്ഥാപിച്ച ആൾ. ഫ്രാൻസിസ് അസീസിയുടെ ജനനം തന്നെ യേശുവുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. അതായത് ഫ്രാൻസിസ് അസീസി പീറ്റർ ബെർണാഡിൻ്റെയും പീക്കാമ്മയുടെയും മകന. പീക്കാമ്മയ്ക്ക് പ്രസവവേദന ഉണ്ടായിട്ട് പ്രസവിക്കണില്ല. അപ്പോൾ ഒരു വഴിപോക്കൻ, അതായത് ഒരു അപരിചിതൻ വന്നിട്ട് പറയുകയാണ്, പീക്കാമ്മയെ കൊണ്ടുപോയി ഒരു തൊഴുത്തിൽ, അതായത് കാലിത്തൊഴുത്തിൽ കൊണ്ടുപോയി കിടത്താൻ. അയാൾ പറഞ്ഞതനുസരിച്ച് അവിടെ തന്നെ കൊണ്ടുപോയി കിടത്തി. ഉടനെ പ്രസവം നടന്നു. അപ്പം ജനനം മുതൽ തന്നെ
യേശുവുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. തന്നെയല്ല 13-ാം ലയോ മാർപ്പാപ്പ പറഞ്ഞത് ആ സമയം പ്രസവ സമയം ഒരു വാനമ്പാടിയുടെ ഭയങ്കരമായ ഒരു പാട്ട് കേട്ടെന്നാണ് പറയുന്നത്, അസീസി മുഴുവനും. അപ്പോൾ അങ്ങനെയൊക്കെ അത് ഒരു ഐതിഹ്യമാണ് പറയണത്. ഫ്രാൻസിസ് അസീസി ഒരുപാട് നന്മയിൽ വളർന്ന ആളാണ്. അപ്പൻ വളരെ പിശുക്കനുമായിരുന്നു, അതേസമയം പാവപ്പെട്ടവരോട് ഭയങ്കര ഒരു വിരോധം പോലെയായിരുന്നു. ഒന്നും പാവപ്പെട്ടവർക്ക് കൊടുക്കില്ലായിരുന്നു, കൊടുക്കാൻ സമ്മതിക്കുകയില്ലായിരുന്നു. അതേസമയം അമ്മ അങ്ങനെയല്ല. അമ്മ ദീനാനുകമ്പയുള്ള ഒരു സ്ത്രീയായിരുന്നു. അമ്മ മകനെയും അതുതന്നെ പഠിപ്പിച്ച് ദീനാനുകമ്പയോടുകൂടി പാവപ്പെട്ടവരോട് പെരുമാറണം. പാവപ്പെട്ടവരോട് നന്നായിട്ട് പെരുമാറിയില്ലെങ്കിൽ അത് യേശുവിനോട് തന്നെയാണ് അങ്ങനെ കാണിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം അവന് ചെറുപ്പത്തിലേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രാൻസിസ് അസീസി വളർന്നു വന്ന് അപ്പോൾ യൗവനപ്രായമായപ്പോൾ ഈ പട്ടുവ്യാപാരിയായ അപ്പനെ സഹായിക്കാനായിട്ട് കടയിൽ പോവുമായിരുന്നു. ഒരു ദിവസം കടയിലിരുന്ന് ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഫ്രാൻസിസ് ഈ തിരക്കിനിടയിൽ പെട്ട് ഒരു പാവപ്പെട്ടവൻ വന്ന് ഭിക്ഷ യാചിച്ചിട്ട് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. അതായത് അത്രയും തിരക്കിൻ്റെ സമയമായിരുന്നു. തിരക്ക് കഴിഞ്ഞ് ഇയാളെ നോക്കിയപ്പോൾ കണ്ടില്ല. വേഗം കുറച്ച് പൈസ എടുത്തുകൊണ്ട് പോയി ഇയാൾക്ക് കൊടുക്കാൻ നോക്കിയപ്പോൾ ആളില്ല അവിടെയും. ഭയങ്കര വിഷമമായി. എന്നെ തലക്ക് കൈ വെച്ച് ഇരുന്നുകൊണ്ട് പറഞ്ഞ്, ഓ ഞാനാ ചെയ്തത് ഭയങ്കര തെറ്റായിപ്പോയി, അത്രയും താമസിപ്പിക്കണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് വേഗം ഇയാളെ അന്വേഷിച്ച് ഒരു പണക്കിഴിയുമായിട്ട് ഇയാളെ അന്വേഷിച്ച് പോയി. കുറേ നടന്നു കഴിഞ്ഞപ്പോൾ ഇയാളെ കണ്ടുകിട്ടി. വേഗം ഇത് അയാൾക്ക് കൊടുത്ത് കെട്ടിപ്പിടിച്ചൊരു ചുംബനമൊക്കെ കഴിഞ്ഞ് പോന്നു. അതുപോലെ തന്നെ പാവപ്പെട്ടവരോട് തന്നെയല്ല, കുഷ്ഠരോഗികളോട് ഒരു പ്രത്യേക താല്പര്യമായിരുന്നു. ഒരു കുഷ്ഠരോഗീനെ കണ്ടു കഴിഞ്ഞാൽ വേഗം ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുക എന്നുള്ളൊരു പതിവായിരുന്നു. അപ്പോൾ അത് എന്താണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ പറഞ്ഞത് എന്താണെന്നോ, അതായത് കുർബാന സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന അതേ അനുഭവമാണ് ഈ കുഷ്ഠരോഗിയെ കെട്ടിപ്പിടിക്കുമ്പോഴുള്ള അനുഭവമെന്ന്. അത്രമാത്രം പാവപ്പെട്ടവരെയും കുഷ്ഠരോഗികളെയും ഒക്കെ സ്നേഹിച്ചിരുന്ന ഒരു വിശുദ്ധൻ വലുതായി വന്നു കഴിഞ്ഞപ്പോൾ അപ്പന് തീരെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ. ഒരു ദിവസം ഒരു സ്വപ്നം കണ്ട് ഫ്രാൻസിസ്. അതായത് സ്വപ്നം വേറെ ഒന്നുമല്ല, പീറ്റർ ഡാമിയൻ്റെ ഒരു പള്ളിയുണ്ട്, അത് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടന്നിട്ട് ഫ്രാൻസിസ് ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ അത് വ്യാഖ്യാനിച്ച്, അതായത് ആ പള്ളി പുതുക്കി പണിയാനായിട്ട് തന്നെ ഏൽപ്പിക്കണതായിട്ട് തോന്നി. അതിന് വീട്ടിൽ ചെന്ന് കുറച്ച് പണമൊക്കെ എടുത്തുകൊണ്ടുപോയി ആ പള്ളിയുടെ പണി ആരംഭിച്ചു. ഇത് അപ്പനറിഞ്ഞ് ഈ മകനെ പിടിച്ചുകൊണ്ടുപോയി കെട്ടിയിട്ടെന്ന് പറഞ്ഞ മാതിരി മുറിയിൽ ഇട്ട് ഒത്തിരി ഇടിക്കുകയൊക്കെ ചെയ്തു. ഒരുപാട് ഉപദ്രവിച്ച് കഴിഞ്ഞപ്പോൾ എന്നിട്ട് അരമനയിൽ ചെന്ന് മെത്രാനോട് പറഞ്ഞ്, ഇങ്ങനൊരു മകൻ എനിക്കുണ്ടായിപ്പോയി, അവനിങ്ങനെയൊക്കെയാണ് ചെയ്യണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിൻ്റെ മകനോടങ്ങോട്ട് ഭയങ്കരമായിട്ട് വിരോധമായിപ്പോയി. അതോടുകൂടി മകൻ എന്ത് ചെയ്തെന്നറിയാമോ, അവൻ എല്ലാം തൻ്റെ പട്ടുവസ്ത്രങ്ങളും എല്ലാം അപ്പൻ്റെ മുൻപിൽ വെച്ച് തന്നെ എല്ലാം അഴിച്ചു വെച്ച്, എന്നിട്ട് പറഞ്ഞ് എനിക്കുള്ള ഓഹരിയും കൂടി എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് ശിഷ്യന്മാരുണ്ടായി. ശിഷ്യന്മാരെല്ലാവരും കൂടിയാണ് ഈ ഫ്രാൻസിസ്കൻ സഭ ആരംഭിച്ചത്. അങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കാനും മറ്റുള്ളവരെ, അതായത് ദൈവത്തെ സ്നേഹിക്കുന്ന പോലെ തന്നെ ദൈവം സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളെയും, മനുഷ്യരെ മാത്രമല്ല എല്ലാ വസ്തുക്കളെയും അവരെയൊക്കെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുമായിരുന്നു.
is a story about Sammy. His father sent him out to buy bread, but Sammy didn't feel like walking. He wished he could fly instead, and he said, if I were a bird, I would fly to the store, fly to the store, fly to the store. If I were a bird, I would fly to the store, fly to the store for my father. This is a story about Clara. Her father sent her out to buy bread, but Clara didn't feel like walking. She wished she could gallop instead, and she said, if I were a pony, I would gallop to the store, gallop to the store, gallop to the store. If I were a pony, I would gallop to the store, gallop to the store for my father. This is a story about Lucinda and Jose. Their father sent them out to buy bread, but Lucinda and Jose didn't feel like walking. They wished they could jump instead, and they said, if we were kangaroos, we would jump to the store, jump to the store, jump to the store. If we were kangaroos, we would jump to the store, jump to the store for our father. Then Sammy and his friends remembered the bread, and they knew they better move along. And as they walked, each one smiled and made up a brand new song. I'm glad I'm me, and I'm walking to the store, walking to the store, walking to the store. I'm glad I'm me, and I'm walking to the store, walking to the store for my father. ഇപ്പോൾ നമ്മളൊരു വീഡിയോ ക്ലിപ്പ് കണ്ടില്ലേ? നിങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലായോ? ഒരച്ഛൻ തൻ്റെ മക്കളോട് ബ്രെഡ് വാങ്ങിക്കാൻ വേണ്ടി പറയുമ്പോൾ ഓരോരുത്തരുടെ റെസ്പോൺസാണ് നമ്മൾ കണ്ടത്. ഒരാൾ വിചാരിച്ചു പറന്നു പോയാൽ വേഗം എത്താമെന്ന്, വേറൊരാൾ വിചാരിച്ചു കുതിരയെപ്പോലെ ഓടിപ്പോകാമെന്ന്, വേറൊരാൾ വിചാരിച്ചു കങ്കാരുവിനെ പോലെ ചാടിപ്പോകാമെന്ന്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത് അല്ലേ? അവസാനം അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ദൈവം 2 കാലുകളാണ് തന്നിരിക്കുന്നത്, ഞാൻ തന്നെയാണ്, അതുകൊണ്ട് എൻ്റെ യുണീക്ക്നെസ് അതാണ് എന്ന് പറഞ്ഞ് നടന്നു പോയി ബ്രെഡ് വാങ്ങിക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുന്നത് അല്ലേ? നല്ല വീഡിയോ ക്ലിപ്പായിരുന്നില്ലേ? ഇനി നമുക്ക് വചനവും സുഹൃത ജപവും ഏറ്റു പറയാം. ഏശയ്യ 49 അധ്യായം 16 വാക്യം. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമുക്ക് സുഹൃത ജപം ഏറ്റു പറയാം. ഈശോയെ അങ്ങയുടെ കരം പിടിച്ച് നടക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഇപ്പം നമ്മൾ കണ്ട വിഷ്വൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഉപേക്ഷ എന്ന വലിയ പാപമാണ്. ഇപ്പോൾ സുഹൃത്തിന് ഒരിക്കലും അപകടം പറ്റില്ലായിരുന്നു അല്ലേ? മറ്റേ ആ സുഹൃത്ത് കല്ലുരുട്ടി മാറ്റിയിരുന്നെങ്കിൽ. ഇനിയെങ്കിലും നമുക്ക് നമ്മളുടെ വഴികളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴത്തേന് ഇതുപോലെ കമ്പോ കല്ലോ ഒക്കെ കാണുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് അപകടം പറ്റുന്നതാണെന്ന് അറിഞ്ഞാൽ നമുക്കത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കാം അല്ലേ? ഇനിയുള്ള ഇങ്ങനത്തെ ചില ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധയുള്ളവരാവാം. നമുക്ക് വചനവും സുഹൃത ജപവും ഏറ്റുപറയാം. ഏശയ്യ 49 അധ്യായം 16 വാക്യം. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി സുഹൃത ജപം. ഈശോയെ അങ്ങയുടെ കരം പിടിച്ച് നടക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി നമുക്ക് അടുത്ത ആഴ്ച കാണാം. ടിൽ ദെൻ ബൈ.